വി.ഡി. സതീശൻ ഏറ്റവും വലിയൊരു അധികാരമോഹിയാണ്. നമുക്കറിയാം, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാൻ ശ്രമിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ ഹരിത MLA-മാരുടെ ഗ്രൂപ്പുണ്ടാക്കി ഗവൺമെൻറ്റിനെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ച് മുന്നോട്ട് പോയ ആളാണ് ശ്രീ സതീശൻ. അപ്പോൾ വി.ഡി. സതീശൻ സാർ ഒരു അധികാരമോഹിയാണെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ ഒരു ഉന്നത നേതാവാണ്. അതുകൊണ്ട് നമ്മൾ ഈ വാക്കുകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ അത് ഏറ്റവും കൂടുതൽ കൺഫേം ചെയ്യാൻ നമുക്ക് ഒരേ ഒരു നിവൃത്തിയുള്ളൂ. ഈ വി.ഡി. സതീശൻ സാറിനോട് തന്നെ ചോദിച്ചു നോക്കണം, സാറ് വലിയ അധികാരമോഹിയാണോ, അധികാര സ്ഥാനം കിട്ടാനായിട്ട് വല്ല പ്രശ്നമുണ്ടോ, അധികാര ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണോ എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു നോക്കാം. അധികാരമോഹിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് അധികാരത്തോട് മോഹമുള്ള ആളാണ്. കാരണം ഇവരെയൊന്നും പോലെ സന്യാസിയല്ല. ഇത്തരം അധികാരത്തോട് വിരക്തിയുള്ള ഈ സന്യാസിമാരുടെ ഇടയിൽ ഒരു അധികാരത്തോട് മോഹമുള്ള ഒരാൾ വേണ്ടേ? എനിക്ക് അധികാരത്തോട് മോഹമുള്ള ആളാണ്. അപ്പൊ ഇനി ആ കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. ആ കാര്യം കൺഫേം ചെയ്തിരിക്കുന്നത് വി.ഡി. സതീശൻ സാർ തന്നെയാണ്. അദ്ദേഹത്തിന് അധികാരത്തിനോട് വലിയ കമ്പാണ്. അദ്ദേഹം എന്തായാലും സന്യാസ ജീവിതത്തിനൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2026 തനിക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ, UDF അധികാരം കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഈ 2 മാസം കഴിഞ്ഞാൽ വിവരം അറിയാം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത്. എന്തായാലും അടുത്ത മുഖ്യമന്ത്രിയാവാൻ റെഡിയായി നിൽക്കുന്ന അല്ലെങ്കിൽ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന വി.ഡി. സതീശൻ സാറ് നമ്മളോടൊക്കെ പറയുന്നത് പഴയ UDF ആ സുവർണ കാലഘട്ടത്തിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ്. എന്നാൽ ആ UDF കാലഘട്ടത്തെ പറ്റി നമ്മുടെ ഈ സതീശൻ സാറ് തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവുമോ എന്നറിയില്ല. ഒരു 10 വർഷം മുമ്പുള്ളതാണ്. ഒരു 20 വയസ്സുള്ളവർക്കൊന്നും അത് ഓർമ്മയുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പുതിയ വോട്ടർമാർക്കൊന്നും അത് ഓർമ്മയുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേർക്ക് 10 വർഷം മുമ്പുള്ള UDF ഒരു ഭരണകാലഘട്ടത്തെ പറ്റിയൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഈ പവർ കട്ടിൻ്റെ കാര്യം പറയുമ്പോൾ പറയാറില്ലേ, ഒരു 20 വയസ്സ് ഉള്ള കുട്ടിയോട് എന്താണ് പവർ കട്ട് എന്നൊക്കെ ചോദിച്ചാൽ അവരുടെ ഓർമ്മയുണ്ടാവാൻ വഴിയില്ല. എന്തായാലും ഒരു 10-30 വയസ്സുള്ളവർക്ക് തീർച്ചയായിട്ടും അതറിയാം. 10 വർഷം മുമ്പ് എന്തായിരുന്നു, വൈകുന്നേരം ആയാൽ 2-3 മണിക്കൂർ കറണ്ട് ഉണ്ടാവില്ല, മെഴുകുതിരി എത്തിച്ചു വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയാം. ആ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് സതീശൻ സാറും കൂട്ടരും പറയുമ്പോൾ ഈ സതീശൻ സാറ് തന്നെ അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഭൂമിയിലാണെങ്കിൽ UDF ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണെന്ന് പറയില്ല. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏറ്റവും UDF അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് UDF നിൽക്കുന്നത്. അതിൽ നിന്നും മാറ്റം വേണം. അപ്പം 2-3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഈ അഴിമതിയുടെ നിഴലിൽ നിന്ന് പുറത്തു വരണം. കുറച്ച് മുൻഗണനകളൊന്നും മാറ്റി നിശ്ചയിക്കണം. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് മെഗാ പ്രോജക്റ്റുകളിൽ നിന്നും പുറകെ പോകാതെ അത്യാവശ്യമായ ആളുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്ന് റീഡിഫൈൻ ചെയ്യണം. അത് കേരളത്തിലെ ജനങ്ങളെ അതിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിൽ മാത്രമായി ഗവൺമെൻറ് മെഗാ പ്രോജക്റ്റുകൾ ഇപ്പോൾ വന്നു. വിഴിഞ്ഞം പ്രോജക്റ്റ്, കണ്ണൂർ വിമാനത്താവളം, സ്മാർട്ട് സിറ്റി, മെട്രോ പ്രോജക്റ്റ്, 1,25,000 കോടി രൂപയുടെ അതിവേഗ റെയിൽവേ കോറിഡോർ, തിരുവനന്തപുരത്ത് മോണോ റെയിൽ, കോഴിക്കോട് മോണോ റെയിൽ, ഇത്തരം വലിയ പദ്ധതികളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുകയും ഫോക്കസിൽ ഈ കാര്യങ്ങൾ മാത്രം നിൽക്കുന്നു. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ രൂക്ഷമായ വിലക്കയറ്റം നിൽക്കുന്ന സമയമാണ്. ഇൻ്റർവീൻ ചെയ്യാനുള്ള ചുമതല ഈ ഗവൺമെൻറ്റിനുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മുടെ മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല, നമ്മുടെ ത്രിവേണി സ്റ്റോറിൽ സാധനമില്ല, ഒരു അരിക്കട പോലും തുടങ്ങാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുൻഗണനകൾ മാറിപ്പോകുന്നു എന്ന സംശയം ജനങ്ങൾക്ക് ഇടയിലുണ്ടായാൽ എനിക്കങ്ങനെ ഒരു സംശയമുണ്ട്. വിലക്കയറ്റമുണ്ടായി ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, അരിക്ക് 36 രൂപയാകുമ്പോൾ BPLകാർക്ക് 1 രൂപയ്ക്ക് അരി കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ APL എന്ന് പറയുന്ന ആളുകളൊന്നും വലിയ സമ്പന്നന്മാരല്ല. ഇപ്പോഴുണ്ടായിരിക്കുന്ന വിലക്കയറ്റത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്നൊരു മിഡിൽ ക്ലാസ്സാണ്. അവരുടെയാണ് ഈ ബജറ്റുകളെല്ലാം താളം തെറ്റി വല്ലാത്ത അവസ്ഥയിൽ പരിഭ്രാന്തിയോടുകൂടി അവർ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യമുണ്ടായി ഒരു തലോടൽ, ഒരു സാന്ത്വനം, ഒരു ആശ്വാസം ഉണ്ടാകണം. അതുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. എന്തുകൊണ്ട്? ഇതൊക്കെയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ സുവർണ കാലഘട്ടത്തെ പറ്റി അന്ന് നമ്മുടെ സതീശൻ സാറ് പറഞ്ഞത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഏഷ്യാനെറ്റിലെ പോയിന്റ് ബ്ലാങ്കിൽ പറഞ്ഞു വെച്ചതാണ്. ഇതൊക്കെ സത്യമായ കാര്യമാണ്, പലർക്കും ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഈ വീഡിയോ കണ്ടത്. എന്തായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്തിലെ ഈ സുവർണ കാലഘട്ടം എന്ന്? വലിയ വലിയ പ്രൊജക്റ്റുകൾ ഇങ്ങനെ പ്രഖ്യാപിച്ചിരുന്നു. ആ കുറേ പദ്ധതികൾ പറഞ്ഞല്ലോ. അതിൽ ഏതൊക്കെ പദ്ധതികളാണ് വന്നത്, ആരാണ് അതിൽ നടപ്പിലാക്കിയത്, തന്നെ ആരാണ് നടപ്പിലാക്കിയത് എന്നുള്ളതൊക്കെ ജനം വിലയിരുത്തട്ടെ, മനസ്സിലാക്കട്ടെ. ഇതൊക്കെയാണ് നടന്നത്. വിലക്കയറ്റത്തിൻ്റെ കാലത്തിൽ ഗവൺമെൻറ് ഒന്നും ഇടപെട്ടില്ല. മാവേലി സ്റ്റോറിലും ഒന്നും ഒരു സാധനവും ഇല്ലായിരുന്നു. ഇടത്തരക്കാരൊക്കെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ആ കാലഘട്ടം എന്നാണ് പറയുന്നത്.
ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണോ കോൺഗ്രസ്സുകാർ പറയുന്നത് എന്ന് എനിക്കറിയില്ല. ഇനി ഇത് സതീശൻ അസൂയ കൊണ്ട് പറയുന്നതാണെന്നൊക്കെ ചിലപ്പോൾ അന്ന് പറഞ്ഞേക്കാം. പക്ഷെ എന്നാൽ മറ്റൊരു നേതാവും കൂടെ പറയുന്നതും കൂടെ കേൾക്കാം നമുക്ക്. ഇച്ഛാശക്തി ഇല്ലാത്ത സർക്കാരാണോ ശ്രീ ചോദിച്ചത്? പണം എവിടെ? പണം കൊടുക്കാൻ എവിടെ പണം? നാം എടുത്ത് ഈ ഭൂമി അളവെടുത്ത് തീരുമാനിച്ച് ഗവൺമെന്റ് കൊടുക്കാൻ പണമില്ല, നടപ്പാകില്ല എന്നറിയാം. പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ അതിന് പിന്നാലെ ഈ പോകുന്നത്? കാര്യത്തിൽ ഒരു പ്രായോഗിക സമീപനം അടിയന്തരമായി സ്വീകരിക്കണം. നമ്മുടെ നിലവിലുള്ള 30 മീറ്റർ കിട്ടിയ 30 മീറ്റർ അതായത് സർക്കാരിന്റെ വഴിയിൽ. അപ്പൊ ഇപ്പോൾ നമ്മൾ കേട്ടത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഈ ദേശീയപാത വികസനത്തെ പറ്റിയുള്ള ചർച്ചകളും വിവാദങ്ങളും, പിന്നെ അവസാനം ഈ NH അതോറിറ്റി ഇവിടുന്ന് പൂട്ടിപ്പോയി എന്നൊക്കെ ഒരു കഥ നമ്മളിപ്പോഴും പറയാനുണ്ട്. അതിന്റെ കഥകളാണ് പറയുന്നത്. അന്നത്തെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നതാണ് 30 മീറ്ററിൽ ഇവിടെ വികസനം നടന്നാൽ മതി, എവിടെ പൈസ എന്ന് ചോദിച്ചുകൊണ്ട് കരയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ 45 മീറ്ററിൽ എങ്ങനെയാണ് ഈ 6 വരിപ്പാത കേരളത്തിൻ്റെ തെക്ക് വടക്ക് നടത്തുന്നത്, എങ്ങനെയാണ് അതിന് പണം കണ്ടെത്തിയത്, അതിനുള്ള നിശ്ചയദാർഢ്യം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ 2016 പിണറായി സർക്കാർ വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പം ഇതിന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആർക്കാണ് നിശ്ചയദാർഢ്യമുള്ളത്, എങ്ങനെയാണ് പണം കണ്ടെത്തുന്നത്, എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ഈ കൊച്ചു വീഡിയോയിലൂടെ ഈ പഴയ കാലത്തെ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിനെയും ഇനിയിപ്പം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പഴയ ആ UDFന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകും എന്നും പറയുന്നത് ഏതാണ്ടൊരു സാമ്യപ്പെടുത്താനും അല്ലെങ്കിൽ വിശകലനം ചെയ്യാനും നമ്മുടെ പ്രേക്ഷകർക്ക് ഉപകരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.